ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലൈസൻസ് അക്കാഡമി. അപ്പോൾ ഇന്ന് നമ്മൾ സെറ്റ് സുവോളജി PYQ ഡിസ്കഷൻ സീരീസിൽ അനിമൽ ഫിസിയോളജിയിൽ നമ്മുടെ ന്യൂറോണൽ ഫിസിയോളജിയിലുള്ള ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഏരിയയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ദെൻ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ. അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സോഡിയം പൊട്ടാസ്യം പമ്പ് ഇൻ ന്യൂറോൺ. സോഡിയം പൊട്ടാസ്യം പമ്പ് ന്യൂറോണിൽ എന്താ ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? First option is create a negative potential inside the neuron by moving 2 sodium out of the neuron and 3 potassium into the neuron. Then, രണ്ടാമത്തെ option, create a positive potential inside the neuron by moving 3 sodium ion out of the neuron and 2 potassium ion into the neuron. മൂന്നാമത്തേത്, create a negative potential inside the neuron by moving 3 sodium ions out of the neuron and 2 potassium ion into the neuron. Then last option എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പാസീവ് മെക്കാനിസം ദാറ്റ് റിക്വയർസ് നോ മെറ്റബോളിക് എനർജി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ 1-2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്താണ് പൊട്ടൻഷ്യൽ? ഓക്കെ, അപ്പം നമ്മൾ ന്യൂറോണൽ സെൽസിനെ പറ്റി പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നമ്മൾ എക്സൈറ്റബിൾ ആയിട്ടുള്ള സെൽസിനെ പറ്റി പറയുന്നത് നമ്മൾ നോർമൽ ഒരു സെല്ലിൻ്റെ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യലിനെ പറ്റി പറയാറുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് മനസ്സിലാക്കുക. റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പം ഒരു എക്സൈറ്റേഷൻ ഇല്ലാത്ത ഒരു സ്റ്റേറ്റിൽ, നോർമൽ ഒരു സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു സെല്ലിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ എക്രോസ് ആയിട്ട് ചാർജിൽ വ്യത്യാസം ഉണ്ടാകും. അതായത് പോസിറ്റീവ് നെഗറ്റീവ് ചാർജിൻ്റെ ഡിസ്ട്രിബ്യൂഷനിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഈ ഒരു വ്യത്യാസത്തിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോർമൽ റെസ്റ്റിംഗ് സ്റ്റേജിൽ ഇരിക്കുന്ന ഒരു ന്യൂറോണൽ സെല്ലിൻ്റെ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് -70 മില്ലി വോൾട്ട് ആണ്. ഓക്കെ, -70 മില്ലി വോൾട്ട് ആണ് നോർമൽ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഓഫ് എ ന്യൂറോണൽ സെൽ എന്ന് പറയുന്നത്. അതായത് ഇമ്പൾസ് ഒന്നും പ്രൊപ്പഗേറ്റ് ചെയ്യാതിരിക്കും നോർമൽ റെസ്റ്റിംഗ് സ്റ്റേജിലിരിക്കുന്ന ഒരു ന്യൂറോണ്. അപ്പം നെഗറ്റീവ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളിത് പ്ലാസ്മ മെംബ്രെയിൻ എക്രോസ് ആണ് ഈ ഒരു ചാർജ് ഡിഫറൻസ് പറയുന്നത്. അപ്പം നെഗറ്റീവ് കൊണ്ട് അവിടെ അർത്ഥമാക്കുന്നത് എന്താണ്? സെല്ലിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് ചാർജസ് ആണ് കൂടുതൽ കമ്പയർഡ് ടു ഔട്ട്സൈഡ് ദ സെല്ല്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അകത്ത് നെഗറ്റീവ് ചാർജസ് മാത്രമേ ഉള്ളൂ, പുറത്ത് നെഗറ്റീവ് ചാർജസ് ഒന്നും ഇല്ല എന്നുള്ളതല്ല. കമ്പയർഡ് ടു ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഓഫ് ദ സെൽ, ഇൻസൈഡ് ആയിരിക്കും എന്താ നെഗറ്റീവ് ചാർജിൻ്റെ അക്യുമുലേഷൻ കൂടുതലുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ആയിട്ട് പറയുന്നത്. അപ്പം ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഓഫ് എ നോർമൽ ന്യൂറോണൽ സെൽ എന്ന് പറയുന്നത് -70 മില്ലി വോൾട്ട് ആണ്. നമുക്ക് -70 മില്ലി വോൾട്ട് ചില ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി -90 ഒക്കെ കാണാം. ഓക്കെ, നിങ്ങൾ -70 ആക്കി പഠിക്കുക. -70 മില്ലി വോൾട്ട് ആണ്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ കോൺസെപ്റ്റ്. രണ്ടാമത്തെ കോൺസെപ്റ്റ്, സോഡിയം പൊട്ടാസ്യം പമ്പ് എന്താണെന്ന് മനസ്സിലാക്കുക. ആദ്യമേ തന്നെ എന്താണ് പമ്പ്? പമ്പ് നമ്മൾ ഇതുപോലെ പറഞ്ഞ അയോൺസിൻ്റെയും മോളിക്യൂൾസിൻ്റെയൊക്കെ മൂവ്മെൻറ്റിന്, മെംബ്രെയിൻ്റെ പുറത്തേക്കും മെംബ്രെയിൻ്റെ അകത്തേക്കും മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻസ് ആണ് ജനറലി നമ്മൾ പമ്പുകൾ, ചാനൽസ്, ട്രാൻസ്പോർട്ടറുകൾ എന്നൊക്കെ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചില അയോണുകൾ എന്നല്ലെങ്കിൽ ചില മോളിക്യൂൾസ് അവരുടെ കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് മൂവ് ചെയ്യും. ചിലതെന്താ കുറഞ്ഞ ഭാഗത്ത് നിന്ന് കൂടിയ ഭാഗത്തേക്കൊക്കെ മൂവ് ചെയ്യല്ലേ. അപ്പം അതുപോലെ ഒരു വർക്ക് ചെയ്യുന്ന ഒരു കാരിയർ പ്രോട്ടീൻ ആയിട്ട് നമുക്ക് ആരെ പറയാം? പമ്പിനെ പറയാം. പമ്പുകൾ എന്താ ചെയ്യുന്നത്? ഒരു അയോണിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തിൽ നിന്നും കൂടിയ ഭാഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് പമ്പുകൾ. ഓക്കെ, നമുക്ക് കൂടിയ പോർഷനിൽ നിന്ന് കുറഞ്ഞ പോർഷനിലേക്ക് കൊണ്ടുപോകാന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ കോൺസെൻട്രേഷൻ കുറവുള്ള സ്ഥലത്ത് നിന്ന് കൂടിയ സ്ഥലത്തിലേക്ക് അവർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അത്ര ഈസി അല്ല. നിങ്ങൾ എന്നെ ഒന്ന് ആലോചിക്കുക, അത്ര ഈസി അല്ല. അപ്പോൾ അവിടെ എന്ത് വേണം? ഒരു എനർജി കൊടുക്കണം, ATP യൂസ് ചെയ്യണം. നമ്മുടെ സെല്ലുലാർ എനർജി ATP യൂസ് ചെയ്യണം. അപ്പോൾ ഈ പമ്പുകൾ വർക്ക് ചെയ്യുന്നത് ATP യൂസ് ചെയ്തുകൊണ്ടാണ്. അതിന് നമ്മൾ ATP വർക്ക് ചെയ്യിപ്പിച്ച് നടത്തുന്നത് സോഡിയം പൊട്ടാസ്യം ATPase എന്നൊക്കെ വിളിക്കും. ഓക്കെ, അപ്പോൾ ഈ സോഡിയം പൊട്ടാസ്യം പമ്പുകൾ വർക്ക് ചെയ്യുന്നുണ്ട് സെല്ലുകളിൽ. ഓക്കെ, അപ്പോൾ ഈ സോഡിയം പൊട്ടാസ്യം പമ്പുകൾ നടത്തി ATP ഉപയോഗിച്ചുകൊണ്ട് സോഡിയം അയോണിൻ്റെയും പൊട്ടാസ്യം അയോണിൻ്റെയും മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഇനി ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സോഡിയം അയോൺ എങ്ങോട്ട് പോകുന്നു, പൊട്ടാസ്യം അയോൺ എങ്ങോട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ സോഡിയം പൊട്ടാസ്യം പമ്പുകൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് സോഡിയം അയോണിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടാണ്, പൊട്ടാസ്യം അയോണിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടാണ് നോക്കണം. സോഡിയം അയോൺ എപ്പോഴും എന്താ ചെയ്യുന്നത്? സെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് ഇൻസൈഡ് ടു ഔട്ട് ആണ്, ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ് സോഡിയം പൊട്ടാസ്യം പമ്പ് വഴി സോഡിയം അയോൺ മൂവ് ചെയ്യുന്നത്. ഇനി അതേസമയം പൊട്ടാസ്യം അയോൺ ആണെങ്കിൽ ഔട്ട്സൈഡ് ടു ഇൻ ആണ്.
ഓക്കെ, ഔട്ട്സൈഡ് ടു ഇൻ ആണ്. ജനറലി നമ്മുടെ ന്യൂറോണൽ സെല്ലിന്റെ പുറത്ത് സോഡിയത്തിന്റെ കോൺസെൻട്രേഷൻ കൂടുതലും അകത്ത് പൊട്ടാസ്യത്തിന്റെ കോൺസെൻട്രേഷനും ആയിരിക്കും കൂടുതൽ വരുന്ന സെല്ലിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ സോഡിയം പൊട്ടാസ്യം ATPase വർക്ക് ചെയ്യുന്നത് അറ്റ് എ ടൈം സോഡിയം അയോൺസിനെ സെല്ലിന്റെ പുറത്തേക്ക് കൊണ്ടുപോയി അതേസമയം പൊട്ടാസ്യം അയോണിന്റെ സെല്ലിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നുകൊണ്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എത്ര നമ്പർ ഓഫ് അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് സോഡിയം അയോൺസിനെ കൊണ്ടുപോകും അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് പൊട്ടാസ്യം അയോൺസിനെ കൊണ്ടുപോകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ് എ ടൈം അവർക്ക് എന്ത് ചെയ്യാം? 3 സോഡിയം അയോൺസ് പുറത്തേക്ക് പോകുന്ന സമയത്ത് 2 പൊട്ടാസ്യം അയോൺസ് ഉള്ളിലേക്ക് വരാം. ഓക്കെ, അപ്പൊ നമുക്കൊരു കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഈ ഒരു ഫിഗർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നോക്കിയേ. സോഡിയം പൊട്ടാസ്യം ATPase, സോഡിയം പൊട്ടാസ്യം ATPase ഇതെന്ന് പറയുന്നത് നമ്മളെന്താ സെല്ലിന്റെ സൈറ്റോസോൾ ആണ്. അതായത് ഇൻസൈഡ് ആണ്, സെല്ലിന്റെ ഉൾവശമാണ്. ഇതാണ് പുറത്ത് എക്സ്ട്രാ സെല്ലുലാർ എൻവിറോൺമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഈ പച്ച കളറിൽ കൊടുത്തിരിക്കുന്നതാണ് നമ്മുടെ സോഡിയം പൊട്ടാസ്യം ATPase എന്ന് പറയുന്നത്. അപ്പൊ സോഡിയം അയോൺസിനെ എന്ത് ചെയ്യുന്നു? സെല്ലിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഓക്കെ, ദെൻ പൊട്ടാസ്യം അയോണിനെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നു. 3 സോഡിയം ആൻഡ് 2 പൊട്ടാസ്യം. ഓക്കെ, 2 പൊട്ടാസ്യം. ഇവരെന്തിനാ സെല്ലിൽ വർക്ക് ചെയ്യുന്നത്? സെല്ലിന്റെ നോർമൽ സോഡിയം പൊട്ടാസ്യം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് സോഡിയം പൊട്ടാസ്യം ATPase എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അപ്പൊ ഈ ഒരു പമ്പിന്റെയൊക്കെ വർക്കിംഗ് മൂലമാണ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യലും എന്തായിട്ട് നിൽക്കുന്നത്? ഒരു നെഗറ്റീവ് മെംബ്രെയിൻ പൊട്ടൻഷ്യലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പം നമുക്കിനി ഇത്രയും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഈ ഓപ്ഷൻസിലേക്ക് പോകുന്ന സമയത്ത് ആദ്യത്തെ ഓപ്ഷൻസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ടു ക്രിയേറ്റ് എ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഇൻസൈഡ് ദ ന്യൂറോൺ. നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആണ് നമ്മുടെ ന്യൂറോണിനുള്ളതെന്ന് അറിയാം. അപ്പൊ എന്തായാലും നെഗറ്റീവ് പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യിക്കാൻ അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതുവരെ ശരിയാണ്. അത് കഴിഞ്ഞ് നോക്കിയേ, ബൈ in the neuron by moving 2 sodium ion out of the neuron and 3 potassium ion into the neuron. അത് തെറ്റാണ്, ആ കണക്ക് തെറ്റിപ്പോയല്ലേ. സോഡിയം അയോൺ ഔട്ട് ആണ്, പക്ഷെ 2 അല്ല, അത് തെറ്റിപ്പോയി. അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് തെറ്റായി. ദെൻ ക്രിയേറ്റ് എ പോസിറ്റീവ് പൊട്ടൻഷ്യൽ, അത് ആദ്യമേ തന്നെ തെറ്റിപ്പോയി. പോസിറ്റീവ് പൊട്ടൻഷ്യൽ അല്ല ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് റിജക്ട് ചെയ്യാം. അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് വരുമ്പോൾ ക്രിയേറ്റ് എ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഇൻസൈഡ് ദ ന്യൂറോൺ. നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ബൈ മൂവിങ് 3 സോഡിയം അയോൺ ഔട്ട് ഓഫ് ദ ന്യൂറോൺ. വളരെ ശരിയാണ്, 3 സോഡിയം ആണ് പുറത്തേക്ക് പോകുന്നത്, അതേസമയം 2 പൊട്ടാസ്യം ഉള്ളിലേക്ക് വരുന്നു, ഇൻ ടു ദ ന്യൂറോൺ. ഓക്കെ, ശരിയല്ലേ? ഇതാണ് ശരി. ഇനി നമുക്ക് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് കൂടെ ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് എ പാസീവ് മെക്കാനിസം ദാറ്റ് റിക്വയർസ് നോ മെറ്റബോളിക് എനർജി. അവിടെ എനർജി ഒന്നും ആവശ്യമില്ലെന്നാ പറയുന്നത്, പക്ഷെ ആവശ്യമുണ്ട്. നമ്മൾ പറഞ്ഞു സോഡിയം പൊട്ടാസ്യം പമ്പുകൾ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ATP, they need എനർജി വേണം. ആ സ്റ്റേറ്റ്മെന്റ് അതുകൊണ്ട് തെറ്റാണ്. മനസ്സിലായില്ലേ? ഇതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത്. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കുകയാണ്, ഒരു ന്യൂറോണൽ സെല്ലില് നോർമൽ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അയോൺ ഏതാണ്, അല്ലെങ്കിൽ ആ ഒരു പമ്പോ ചാനൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ഈ സോഡിയം പൊട്ടാസ്യം ATPase എന്ന് എഴുതരുത്. കാരണം ന്യൂറോണൽ സെല്ലിൽ എപ്പോഴും റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഫസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് പൊട്ടാസ്യം അയോണിൻ്റെ ഔട്ട്വേർഡ് മൂവ്മെൻ്റ് ആണ്. ഓക്കെ, നമ്മുടെ ഈ ന്യൂറോണൽ സെല്ലിൽ ഇതൊരു ന്യൂറോണൽ സെല്ലാണ്. ഈ ന്യൂറോണൽ സെല്ലിൻ്റെ സർഫസിൽ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ന്യൂറോണൽ സെല്ലിൻ്റെ സർഫസിൽ ഒരു പൊട്ടാസ്യം ലീക്കി ചാനൽ, അതായത് നോൺ ഗേറ്റഡ് പൊട്ടാസ്യം ചാനൽ കാണാൻ പറ്റും. ഈ നോൺ ഗേറ്റഡ് പൊട്ടാസ്യം ചാനൽ വഴിയുള്ള പൊട്ടാസ്യം അയോണിൻ്റെ എഫ്ലക്സ് ആണ്. അതായത് കുറേശ്ശെ പൊട്ടാസ്യം അയോൺ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ -70 അല്ലെങ്കിൽ നെഗറ്റീവ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യപ്പെടാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് കൂടാതെ ഇതിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നോർമൽ അയോണിക് കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യിക്കുക എന്നുള്ളതാണ് ഈ സോഡിയം പൊട്ടാസ്യം ATPaseന്റെ ഫംഗ്ഷൻ. അത് മനസ്സിലാക്കിയിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ പ്രൈമറി ഇമ്പോർട്ടൻസ് നമ്മൾ ഏതിന് കൊടുക്കണം? പൊട്ടാസ്യം ചാനലും പൊട്ടാസ്യം അയോണിൻ്റെ എഫ്ലക്സും കൊടുക്കണം. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് ഒന്നും ആയിരിക്കില്ല, ലീക്കി ചാനലാണ്. അപ്പൊ ഗ്രാജുവൽ കുറേശ്ശെയുള്ള പൊട്ടാസ്യം അയോണിന്റെ എഫ്ലക്സ് ആണ് ന്യൂറോണൽ സെല്ലിലെ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെടാൻ ഹെൽപ്പ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു 2 കോൺസെപ്റ്റും നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കി. അതായത് കുറേ കാര്യങ്ങൾ നമ്മൾ എന്താണ് പമ്പെന്ന് മനസ്സിലാക്കി, എന്താണ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് മനസ്സിലാക്കി, റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പ്രൈമറി അയോൺ,
ആൻഡ് ദാറ്റ് അയോൺ പൊട്ടാഷ്യം അയോൺ അതിൻ്റെ എഫ്ലക്സ്, ഓക്കെ, എഫ്ലക്സ് ഇത് മനസ്സിലാക്കിയിരിക്കുക. അതിനെ അസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് സോഡിയം പൊട്ടാസ്യം ATPase എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി കാണുമല്ലോ. നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് ആക്ഷൻ പൊട്ടൻഷ്യൽ? ആക്ഷൻ പൊട്ടൻഷ്യലിനെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് നമുക്ക് നോക്കാൻ ഉള്ളത്. ഓക്കെ, അപ്പൊ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ന്യൂറോൺസ് കൂടെ ഇമ്പൾസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ആക്ഷൻ പൊട്ടൻഷ്യലിന്റെ ഫോമിലാണ്. അപ്പൊ നമുക്കൊന്ന് ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആക്കിയിട്ട് ആ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോകാം. ഇത് നമ്മളൊരു ന്യൂറോണൽ മെംബ്രെയിൻ ആണ്. ഇത് ഇൻസൈഡ് ന്യൂറോണിന്റെ സൈറ്റോസോൾ ആണ്. ഇത് എക്സ്ട്രാ സെല്ലുലാർ ഫേസ് ആണ്. നമുക്കറിയാം നെഗറ്റീവ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്, പുറത്ത് പോസിറ്റീവ് ചാർജിന്റെ അക്യുമുലേഷനും ഉള്ളിലായിരിക്കും എന്താ നെഗറ്റീവ് ചാർജസും ആണ് കാണുന്നത്. ഇനി ഒരു സെല്ലാണ്, സെല്ലിന്റെ മെംബ്രെയിൻ ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ സർഫസിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പൊട്ടാഷ്യം ലീക്കി ചാനലുകളും സോഡിയം പൊട്ടാസ്യം ATPaseകളും എല്ലാം ഉള്ളത്. അതേപോലെ തന്നെ സോഡിയം ചാനലുകളുണ്ട്. അപ്പൊ ഇതൊരു Na+ സോഡിയം ചാനലാണ്, വോൾട്ടേജ് ഗേറ്റഡ് സോഡിയം ചാനലാണ്. അതുപോലെ തന്നെ എന്താ, പൊട്ടാഷ്യം ചാനലുകളുണ്ട്, വോൾട്ടേജ് ഗേറ്റഡ് പൊട്ടാഷ്യം ചാനലുകളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പൊട്ടാഷ്യം ലീക്കി ചാനലുകളുണ്ട്. പിന്നെ എന്താ, നമ്മൾ ATPase സോഡിയം പൊട്ടാഷ്യം ATPase ഉണ്ട്. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇതുവഴിയാണ് എന്താ ചെറിയ രീതിയിൽ എഫ്ലക്സ് നടക്കുന്നത്. ഇത് എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് എന്തിലേക്ക് തിരിച്ചു വരാം? ആ രണ്ട് കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് ഈ സോഡിയം ചാനലിനെയും പൊട്ടാസ്യം ചാനലിനെയും ഫോക്കസ് ചെയ്യാം. ഈ സോഡിയം ചാനലിനെയും പൊട്ടാസ്യം ചാനലിനെയും മാത്രം ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും വോൾട്ടേജ് ഗേറ്റഡ് ആയിട്ടുള്ള, വോൾട്ടേജ് ഡ്രിവൻ ആയിട്ടുള്ളത്. ഈ മെംബ്രെയിനിൽ എന്തെങ്കിലും തരത്തിലുള്ള വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ സെൻസ് ചെയ്തുകൊണ്ട് ഈ ചാനലുകൾക്ക് ഓപ്പൺ ആകാം. അതാണ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം നോർമലി റെസ്റ്റിംഗ് സ്റ്റേജിൽ ഇരിക്കുന്ന ഒരു മെംബ്രെയിനിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്റ്റിമുലസ് വരികയാണ്, ഒരു ഇമ്പൾസ് റിസീവ് ചെയ്യുന്നു. ഓക്കെ, ഇമ്പൾസ് എന്തെങ്കിലും ഒരു ന്യൂറോണിലേക്ക് ഒരു ഇമ്പൾസ് വരുന്നു. ഓക്കെ, അപ്പൊ ഈ ഇമ്പൾസ് റിസീവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അപ്പൊ ആ ഇമ്പൾസിനെ റിസീവ് ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള റിസപ്റ്ററുകളായിരിക്കും. ഓക്കെ, റിസപ്റ്ററുകൾ ആയിരിക്കും. അപ്പൊ ആ റിസപ്റ്ററുകൾ ഓപ്പൺ ആവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ റിയാക്ഷൻസ് അവിടെ നടക്കാം, ഡിപ്പെൻഡിങ് അപ്പോൺ ഏത് ഇമ്പൾസ് ആണ് വരുന്നത് അതിനെ റിസീവ് ചെയ്യുന്നതിനനുസരിച്ച്. ഓക്കെ, അപ്പൊ ഈ സ്റ്റിമുലസ് വരുന്ന സമയത്ത് ആ ഒരു സ്റ്റിമുലസ് വന്നതിന്റെ ഭാഗമായിട്ട് ആ ഒരു മെംബ്രെയിനിൽ ചെറിയ സ്ഥലത്ത് ചെറിയ ആ മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായി, ഫ്ലക്ച്വേഷൻ ഉണ്ടായി. അപ്പൊ ഫ്ലക്ച്വേഷൻ ഉണ്ടായി എന്ന് നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് നോർമലി ഇതേ ഇവിടെ സെല്ലിന്റെ ഉള്ളിൽ നെഗറ്റീവും സെല്ലിന്റെ പുറത്ത് എന്താണ് പോസിറ്റീവും ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഇമ്പൾസ് റിസീവ് ചെയ്തതിന്റെ പാർട്ടായിട്ട് ചെറിയൊരു വോൾട്ടേജ് ഡിഫറൻസ്, ഒരു പോർഷനിൽ ചെറിയൊരു റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായി. അപ്പൊ ആ നെഗറ്റീവ് ഉണ്ടായിരുന്ന സ്ഥലത്ത് പോസിറ്റീവുമായി ആ പുറത്തെ നെഗറ്റീവിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് എന്ത് വന്നു? നെഗറ്റീവ് വന്നു. പുറത്ത് നെഗറ്റീവായി ഉള്ളിൽ പോസിറ്റീവായി. അതായത് ഇങ്ങനെ ഇരുന്നത് ഇങ്ങനെ മാറി. ഓക്കെ, ഇത് എന്താണ്? നമ്മൾ 70 mV എന്ന് പറയുന്ന റെസ്റ്റിംഗ് മെംബ്രെയിൻ മാറി, അതായത് ആ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഉള്ളിൽ മാറി എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഒരു വോൾട്ടേജ് ഡിഫറൻസ് അവിടെ സെൻസ് ചെയ്യപ്പെട്ടാൽ ഈ സോഡിയം ചാനലുകൾ ഓപ്പൺ ആകും. അപ്പൊ സോഡിയം ചാനലുകൾ ഓപ്പൺ ആകും. ചാനലുകൾ എന്താ ചെയ്യുന്നത്? കോൺസെൻട്രേഷൻ എവിടെയാണോ കൂടുതൽ അവിടെ നിന്നും കോൺസെൻട്രേഷൻ കുറവുള്ള സ്ഥലത്തേക്ക് ആ പർട്ടിക്കുലർ മോളിക്യൂളിന്റെ അല്ലെങ്കിൽ അയോണിന്റെ ട്രാൻസ്പോർട്ട് നടത്തും. സോഡിയം ചാനലാണ്, സോഡിയം അയോൺ ആണ് അതിൽ കൂടെ വരുന്നത്. സോഡിയം അയോണിന്റെ കോൺസെൻട്രേഷൻ എവിടെയാണ് കൂടുതലുള്ളത്? സെല്ലിന്റെ പുറത്താണ്. അപ്പൊ ഇങ്ങനെ ഒരു സോഡിയം ചാനൽ ഓപ്പൺ ആകുന്ന സമയത്ത് ആ സോഡിയം ചാനലിൽ കൂടി എന്ത് വരും? സോഡിയം അയോൺസ് ഉള്ളിലേക്ക് വരാൻ തുടങ്ങും. നമുക്കറിയാം സോഡിയം അയോൺ എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അയോൺ ആണ്. അപ്പൊ സെല്ലിന്റെ ഉള്ളിൽ പോസിറ്റീവ് ചാർജിന്റെ അക്യുമുലേഷൻ നടക്കാൻ തുടങ്ങും. അപ്പൊ -70 mV എന്ന് പറയുന്ന റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ അവിടെ മാറും. അതൊരു പോസിറ്റീവ് വാല്യൂയിലേക്ക് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. ഇത് കണ്ടിന്യൂസ് ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല. കണ്ടിന്യൂസ് സോഡിയം ചാനലിൽ കൂടി സോഡിയം അയോൺ ഉള്ളിലേക്ക് വരില്ല. അപ്പം ഈ മെംബ്രെയിനിൽ ആ ഒരു പൊട്ടൻഷ്യൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുന്ന സമയത്ത് ഈ സോഡിയം ചാനൽ ഇനാക്ടിവേറ്റ് ആകും. ഓക്കെ, ഇനാക്ടിവേറ്റ് ആകും. ഫർദർ ആയിട്ട് സോഡിയം അയോണിനൊന്നും ഉള്ളിലേക്ക് വരാൻ പറ്റില്ല. അപ്പൊ ഈ സമയത്ത് നമ്മുടെ പൊട്ടാഷ്യം അയോൺ ഉണ്ടല്ലോ, പൊട്ടാഷ്യം ചാനൽ ഉണ്ടല്ലോ, ഇതും വോൾട്ടേജ് ഗേറ്റഡ് ആണ്. അപ്പൊ ഈ സമയത്തെല്ലാം മെംബ്രെയിനിൽ വോൾട്ടേജ് ഡിഫറൻസ് ഉണ്ടായ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായി. അപ്പൊ ഈ ഉണ്ടായ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ സെൻസ് ചെയ്തുകൊണ്ട് ഈ പൊട്ടാഷ്യം ചാനലും ഓപ്പൺ ആകുന്നു. പൊട്ടാഷ്യം ചാനൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അവർ പൊട്ടാഷ്യം അയോണിനെ പുറത്തേക്ക് കളയും. നമുക്കറിയാം
സെല്ലിന്റെ ഉള്ളിലാണ് പൊട്ടാഷ്യം അയോൺ ഉള്ളത്, കൂടുതലുള്ളത്. അപ്പൊ പൊട്ടാഷ്യം അയോണിനെ പുറത്തേക്ക് കളയുന്നു. പൊട്ടാഷ്യം അയോണിനെ പുറത്തേക്ക് കളയുമ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് പോസിറ്റീവ് ചാർജസിനെയാണ് പുറത്തേക്ക് കളയുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഒരു ലീക്കി ചാനൽ അവിടെ ഓപ്പൺ ആയിരുന്നു എന്ന് പറഞ്ഞു. ആ ലീക്കി ചാനലിനെക്കാട്ടും എഫിഷ്യന്റ് ആയിട്ട് കൂടുതൽ പൊട്ടാഷ്യം അയോണിനെ പുറത്തേക്ക് കളയും. അപ്പൊ കേറിയ സോഡിയം ആ പോസിറ്റീവ് അയോൺസിനെ റീപ്ലേസ് ചെയ്താണ് കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഓൾറെഡി അവിടെ ഉള്ള പൊട്ടാഷ്യം അയോൺസിനെ പുറത്തേക്ക് കളയാണ്. അപ്പൊ പൊട്ടാഷ്യം അയോൺസിന്റെ എഫ്ലക്സ് അവിടെ നടന്നു, പൊട്ടാഷ്യം അയോൺസ് പുറത്തേക്ക് പോയി. അങ്ങനെ പോകുന്ന സമയത്ത് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ തിരിച്ച് അതിന്റെ നോർമൽ സ്റ്റേറ്റിലേക്ക് വരുന്നു. ഇതാണ് നോർമൽ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ആയിട്ട് നടക്കുന്നത്. ഇനി നമുക്ക് ചെറുതായി ഒരു ഫിഗർ ആയിട്ട് ഒരു ഗ്രാഫായിട്ട് വരച്ച് നോക്കിയാൽ ഇതിവിടെ ഇതുണ്ട്. ഇവിടെ നമുക്ക് ടൈമാണ്, ഇവിടെ നമുക്ക് മെംബ്രെയിൻ പൊട്ടൻഷ്യലാണ്. ഓക്കെ, ഇത് ഞാൻ ബ്ലൂ കളറിൽ വരയ്ക്കുന്നത് നോർമൽ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള -70 mV ആണ്. ഓക്കെ, ഈ സമയത്താണ് ഇതിലേക്കൊരു സ്റ്റിമുലസ് വരുന്ന സമയത്ത് ചെറുതായിട്ട് ഇങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായി. അപ്പൊ ചെറുതായിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായെന്നും പറഞ്ഞൊന്നും സോഡിയം ചാനൽസ് അപ്പോഴേ ഓപ്പൺ ആവില്ല. അപ്പൊ ഒരു ത്രെഷോൾഡ് ലെവൽ ഇവർ പാസ് ചെയ്യണം. ആ ഒരു ത്രെഷോൾഡ് ലെവൽ പാസ് ചെയ്യുമ്പോഴത്തേക്കും മോർ എമൗണ്ട് കുറച്ചും കൂടെ സോഡിയം ചാനൽസ് ഓപ്പൺ ആയിട്ട് സോഡിയം അയോൺസ് ഉള്ളിലേക്ക് വരാൻ തുടങ്ങും. അപ്പൊ ഈ ഈ ആക്സിസിൽ നമുക്ക് എന്താ -70 mV, -60 mV, -50 mV, -40, -30, 0, പിന്നെ പോസിറ്റീവ് വാല്യൂസ് ആണ്, +10, +20 അങ്ങനെ പോവാണ്. അപ്പൊ ഈ സോഡിയം ചാനൽ ഓപ്പൺ ആകുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? പോസിറ്റീവ് ചാർജസ് ഉള്ളിലേക്ക് വരുമ്പോൾ ഈ നെഗറ്റീവ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ പോസിറ്റീവിലേക്ക് ഷിഫ്റ്റ് ആകുന്നു. അപ്പൊ ഈ ഗ്രാഫിലെ പീക്ക് മുകളിലേക്ക് ഇങ്ങനെ പോകുന്നു. അപ്പൊ ഇങ്ങനെ പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെംബ്രെയിൻ ഡീപോളറൈസേഷൻ. എന്താണ് മെംബ്രെയിൻ ഡീപോളറൈസേഷൻ എന്ന് പറയുന്നത്? മുകളിലേക്ക് പോകുന്നത്, ഇങ്ങനെ മുകളിലേക്ക് പോകുന്നതിനെയാണ് ഡീപോളറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒരു പർട്ടിക്കുലർ മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എത്തുന്ന സമയത്ത് സോഡിയം ചാനൽസ് ഇവിടെ ഇനാക്റ്റീവ് ആകുന്നു. ഈ സമയത്താണ് പൊട്ടാഷ്യം ചാനലുകൾ അവർക്ക് എപ്പോഴും എന്താ ചെയ്യേണ്ടത്? നോർമൽ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യലിലേക്ക് തിരിച്ചെത്തിക്കാൻ നോക്കും. ആ സമയത്ത് എന്ത് ചെയ്യുന്നു? പൊട്ടാഷ്യം അയോൺസിനെ പുറത്തേക്ക് എഫ്ലക്ട് ചെയ്യുന്നു, പുറത്തേക്ക് കളയുന്നു. അപ്പോഴത്തേക്ക് എന്താ നെഗറ്റീവ് ചാർജസിന്റെ അക്യുമുലേഷൻ നടക്കുന്നത്, പോസിറ്റീവ് ചാർജസ് എല്ലാം പുറത്തേക്ക് കളയല്ലേ. ഇപ്പൊ ഇവിടെ എന്താ നടക്കുന്നത്? പൊട്ടാഷ്യം അയോണിന്റെ എഫ്ലക്സ് ആണ്. ഈ ഒരു സ്റ്റേജിനെയാണ് മെംബ്രെയിൻ റീപോളറൈസേഷൻ. അതായത് മെംബ്രെയിൻ അവരുടെ നെഗറ്റീവ് മെംബ്രെയിൻ പൊട്ടൻഷ്യലിലേക്ക് തിരിച്ചു വരാനായിട്ട് എടുക്കുന്ന ആ ഒരു സ്റ്റേജാണ് മെംബ്രെയിൻ റീപോളറൈസേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ പുറത്തേക്ക് കളഞ്ഞ് അവർ നോർമൽ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യലിലേക്ക് എത്തുന്നു. ചില സമയത്ത് കുറച്ച് ഹൈപ്പർ പോളറൈസ്ഡ് ആകുന്നു, അതപ്പോൾ തന്നെ നമ്മൾ നോർമൽ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യലിലേക്ക് തിരിച്ചു വരുന്നു. എപ്പോഴാണോ മെംബ്രെയിൻ അതിന്റെ നോർമൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരുന്നത് ആ സമയത്ത് ഈ സോഡിയം പൊട്ടാഷ്യം ചാനലുകൾ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആകുന്നു. അപ്പോൾ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അവിടെ ഉള്ളത്? മെംബ്രെയിൻ ഡീപോളറൈസേഷൻ, മെംബ്രെയിൻ റീപോളറൈസേഷൻ. ഓക്കെ, ഇതാണ് ഒരു ഹൈപ്പർ പോളറൈസേഷൻ നമുക്ക് പറയാം. ഇതാണ് ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ. ആദ്യം സോഡിയം അയോൺസ് കയറി മെംബ്രെയിൻ ഡീപോളറൈസ്ഡ് ആകുന്നു, ദെൻ റീപോളറൈസ്ഡ് ആകുന്നു, നോർമൽ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യലിലേക്ക് എത്തുന്നു. ഇതിങ്ങനെ പ്രൊപ്പഗേറ്റ് ന്യൂറോണിന്റെ ഈ ആക്സോൺ ഹില്ലോക്ക് മുതൽ സിനാപ്സ് എൻഡ് വരെ, അല്ലെങ്കിൽ ആക്സോണിന്റെ എൻഡ് വരെ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നു. ഇങ്ങനെയാണ് സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ സിഗ്നൽ ട്രാൻസ്മിഷൻ നടക്കുന്നത്, ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കുന്നത് ന്യൂറോണിൽ ആക്സോണിന്റെ എൻഡ് വരെ. ഇതാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ. അപ്പൊ ആക്ഷൻ പൊട്ടൻഷ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ചെറിയൊരു ഗ്രാഫിൽ കൂടെ തന്നെ നമുക്ക് എല്ലാം പഠിക്കാനായിട്ട് പറ്റും. ആക്ച്വലി ഇത്രയേ ഉള്ളൂ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇത് നോർമൽ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എത്രയാണെന്ന് മനസ്സിലാക്കുക, -70 mV. ഇതാണ് മെംബ്രെയിൻ ഡീപോളറൈസേഷന് സഹായിച്ച അയോൺ എന്താണ്? സോഡിയം അയോണിന്റെ ഇൻഫ്ലക്സ് ആയിരുന്നു ത്രൂ വോൾട്ടേജ് ഗേറ്റഡ് ആയിട്ടുള്ള സോഡിയം ചാനലിൽ കൂടെ. ഇവിടെ എത്തുമ്പോഴത്തേക്കും അത് ഇനാക്റ്റീവ് ആയി പോകും. ഈ ഒരു താഴേക്കുള്ള ഒരു ഇതെന്ന് പറയുന്നത് എന്താണ്? റീപോളറൈസേഷൻ ആണ്. മെംബ്രെയിൻ റീപോളറൈസേഷൻ ആരാണ് ഹെൽപ്പ് ചെയ്തത്? പൊട്ടാഷ്യം അയോണിന്റെ എഫ്ലക്സ് ത്രൂ വോൾട്ടേജ് ഗേറ്റഡ് ആയിട്ടുള്ള പൊട്ടാഷ്യം ചാനൽ. ഇനി ഹൈപ്പർ പോളറൈസേഷൻ നടക്കാം, നോർമൽ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യലിലേക്ക് വരും. ഇനി ഇത് കൂടാതെ നമ്മൾ പൊട്ടാഷ്യം ലീക്കി ചാനലുകളും
സോഡിയം പൊട്ടാസ്യം ATPs ഉണ്ട്. അവരെന്താണ്? നോർമൽ റെസ്റ്റിംഗ് മെമ്പറൈൻ പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇത്രയേ ഉള്ളൂ ആക്ഷൻ പൊട്ടൻഷ്യൽ. ഇനി ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കിയാലോ. ഏതാണ് ട്രൂ അബൌട്ട് ആക്ഷൻ പൊട്ടൻഷ്യൽ? ക്വസ്റ്റ്യൻ നോക്കുക. Depolarization of an axon during an action potential is produced by outward diffusion of sodium. Depolarization നടക്കുന്നത് സോഡിയത്തിന്റെ ഔട്ട്വേർഡ് ഡിഫ്യൂഷൻ വഴി എന്നാണ് പറയുന്നത്. അത് ശരിയാണോ? അല്ല, തെറ്റാണ്. എന്താണ്? ഇൻവേർഡ് ആണ് നടക്കേണ്ടത്. ഉള്ളിലേക്കായിരുന്നു വരേണ്ടതല്ലേ? ഉള്ളിലേക്ക് വരണം. ഓക്കെ. Repolarization of an axon during an action potential is produced by outward diffusion of പൊട്ടാഷ്യം. അത് ശരിയാണോ? ശരിയാണ്. പൊട്ടാഷ്യം ചാനലിൽ കൂടെ സെല്ലിന്റെ ഉള്ളിൽ നിന്ന് പൊട്ടാഷ്യം അയോൺസ് പുറത്തേക്ക് പോകുന്നത് എന്തിന് ഹെൽപ്പ് ചെയ്യും? മെംബ്രെയിനെ അവന്റെ നോർമൽ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ അറ്റൈൻ ചെയ്യാൻ, തിരിച്ചു പിടിക്കാനായിട്ട്, അല്ലെങ്കിൽ മെംബ്രെയിൻ റീപോളറൈസേഷന് ഹെൽപ്പ് ചെയ്യും. അത് ശരിയാണ്. നമുക്ക് രണ്ട് സ്റ്റേറ്റ് അതും കൂടെ നോക്കാം. Depolarization of an axon during action potential is produced by outward diffusion of potassium. അത് ആക്ച്വലി റീപോളറൈസേഷൻ ആണ് നടക്കുന്നത്. അതിപ്പോൾ തെറ്റാണ്. ഓക്കെ. Then repolarization of axon during the action potential produced by outward diffusion of potassium അല്ല. എന്താണ്? K+ ആണ്. ഓക്കെ. അപ്പോൾ ഇത് എത്രയും തെറ്റാണെന്ന് മനസ്സിലായി. അപ്പോൾ ആക്ഷൻ പൊട്ടൻഷ്യൽ ഡീപോളറൈസേഷനും റീപോളറൈസേഷനും ഹൈപ്പർപോളറൈസേഷനും സമയത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് മാത്രം മനസ്സിലാക്കുന്നത്, ഏതൊക്കെ അയോൺ എങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുമെന്ന് മനസ്സിലാക്കിയിരുന്നാൽ ആ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ വെച്ച് തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. അത് വെച്ചിട്ട് കുറേയധികം ക്വസ്റ്റ്യൻസ് ആക്ഷൻ പൊട്ടൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. പിന്നെ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വേറെ കുറച്ച് ടോപ്പിക്സുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.